ഞാൻ അജിത് കുമാർ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൈടെക് കൃഷി രീതിയെ പറ്റിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ആളുകളും കൃഷി ഉപേക്ഷിച്ച് മറ്റ് തൊഴിലുകൾ തേടി പോവുകയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. വർദ്ധിച്ച കൃഷിച്ചെലവ്, കൂലിച്ചെലവ്, പ്രതികൂല കാലാവസ്ഥ, ശരിയായ ജലസേചന സൗകര്യത്തിൻ്റെ കുറവ്, ഇങ്ങനെ പല കാരണവുമുണ്ട്. മഴ കുറവായ തമിഴ്നാട്ടിലും കർണാടകത്തിലും കൃഷി ശരിയായി നടക്കുന്നുമുണ്ട്. ലക്ഷങ്ങളും കോടികളും വില വരുന്ന ഭൂമി കൃഷിക്ക് ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. കുറഞ്ഞ വിലയ്ക്ക് ഏക്കർ കണക്കിന് ഭൂമി ലഭിക്കുന്ന അയൽ സംസ്ഥാനത്താണ് ഇത്തരം പരിപാടികൾ വിജയകരമായിട്ട് നടക്കുന്നത്. ഹൈടെക് കൃഷി രീതികൾ ഉപയോഗിക്കുമ്പോൾ ഉൽപാദന വർധനവും അതുപോലെ തന്നെ ചെലവ് കുറയുന്നതും ഇതിൻ്റെ മറ്റൊരു ഗുണകരമായ വശമാണ്. നടിൽ യന്ത്രം, കൊയ്ത്ത് യന്ത്രം, ട്രാക്ടർ, ട്രില്ലർ, കാടുവെട്ട് യന്ത്രം, തോട്ടങ്ങളിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ പറിച്ചെടുക്കുന്നതിനുള്ള യന്ത്രം എന്നിങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാർഷിക യന്ത്രങ്ങൾ ഇന്ന് നിലവിൽ. കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ഭക്ഷണം ലഭ്യമാവൂ. അതുകൊണ്ട് കൃഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം യന്ത്രങ്ങൾക്ക് സർക്കാർ 50% വരെ സബ്സിഡി നൽകി വരുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വൈക്കോൽ പോലുള്ള പുല്ല്, അതായത് ധാന്യങ്ങളെ പുല്ല് റോളാക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്. ധാന്യങ്ങൾ കൊയ്തെടുക്കുമ്പോൾ തന്നെ ഇത് റോളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് പുൽച്ചെടിയിൽ നിന്ന് ധാന്യം വേർതിരിച്ചെടുക്കുന്ന മറ്റൊരു യന്ത്രം. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ട്രാക്ടർ. നിലം ഒഴുകുന്നതിന് കൂടുതൽ സ്ഥലം ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. ക്യാരറ്റ് കൃഷിയുടെ വിളവെടുപ്പാണ്. നെൽകൃഷി നമ്മുടെ നാട്ടിൽ കാണുന്നിട്ടല്ല, കുറച്ച് അത്യുൽപാദന ശേഷിയുള്ള നല്ലോണം കതിരുകളുള്ള നെല്ലാണിത്.